ലവ് എനർജി, അതായത് യഥാർത്ഥ ലവ് എനർജി നമുക്കൊക്കെ ഉള്ളിൽ നിന്ന് വരാൻ, ലവ് എനർജി ഉള്ളിൽ നിന്ന് വരാൻ നമ്മൾ ഉള്ളിൽ കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഇത്തരം മോശമായ വികാരങ്ങൾ, ആവശ്യമില്ലാത്ത ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ശാന്തമായ ഒരു അവസ്ഥയാണ്. ഈഗോ ഇല്ലാത്തൊരവസ്ഥയാണ്. ഈഗോ വന്നു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആ ഒരു ഒന്നിനും നമുക്ക് പറ്റില്ല അല്ലെ. ഈഗോ വന്നാൽ നമുക്ക് മുറുക്കി പിടിക്കും, ഒന്നിനും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല, സ്നേഹിക്കാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് ഒരു നിരുപാധികം നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നമുക്കൊക്കെ പലരും ഇന്ന് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സ്വന്തം രക്തബന്ധത്തിനെ പോലും നമ്മൾ സ്നേഹിക്കുക, ആ ലെവലിൽ വരുന്നത് കുടുംബം അല്ലെ. ഇന്ന് ഫാമിലിയിൽ പലരും നമ്മൾ എന്തെങ്കിലും, ഒരാൾക്ക് ഇപ്പൊ പൈസ ഇല്ല, ആള് ഭയങ്കര പൈസക്കാരായിരുന്നു, പക്ഷെ പെട്ടെന്ന് പൈസ ഇല്ലാതെ, അപ്പൊ അവരുടെ വാല്യൂ വലിപ്പിക്കും, അവരുടെ സ്നേഹമില്ല. അപ്പൊ എന്താണ്, അവര് മുമ്പേ ഇങ്ങോട്ട് സഹായിച്ചിരുന്നു, അവര് ഭയങ്കര സ്നേഹമായിരുന്നു, ആ സമയത്ത് നല്ലൊരു സമ്പന്നരായിരുന്നു, അപ്പൊ അതുകൊണ്ട് അവരോട് ഭയങ്കര സ്നേഹം. ഇപ്പൊ അവരടുത്ത് ഒന്നും തരാനില്ല, കൊടുക്കാനില്ല. അപ്പൊ എന്തോ ഈ നിരുപാധിക സ്നേഹം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്തോ നമ്മള് മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്നേഹമാണ്, അത് ഒരു കപട സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. യഥാർത്ഥ സ്നേഹത്തിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മനസ്സ് ഫുൾ ക്ലിയർ ആയിട്ട് വെക്കണം അല്ലെ. ഫുൾ ക്ലിയർ ആയിട്ട് വെക്കണം. അതിനെന്താ വേണ്ടത്? നമ്മള് ഈ ഭയം എന്ന ഇമോഷൻസിനെ നമ്മൾ റിമൂവ് ചെയ്യണം. പേടി അല്ലെ, അതുപോലെ വെറുപ്പ്, മറ്റുള്ളവരോട് എപ്പോഴും നമുക്കിങ്ങനെ വെറുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ദേഷ്യം, അതുപോലെ ഫൊർഗീവ്നെസിന്റെ ഒക്കെ ബാക്കിയാണ് അല്ലെ. ഫൊർഗീവ്നെസ് ഒക്കെ ചെയ്യാൻ ഉണ്ടാവും പലരോടും. ഇതൊക്കെ കുടുങ്ങി കിടക്കുമ്പോ എന്താവും? നമ്മുടെ ഉള്ളിലുള്ള ലവ് എനർജി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പറയും നമുക്ക് ഭയങ്കര സെൽഫ് ലവ് ആണ് അല്ലെ, സെൽഫ് ലവ് ആണെന്ന് നമ്മൾ സ്വയം പറയും. സ്വയം പറയലല്ല, നമ്മളെ മൈൻഡിനെ പറഞ്ഞ് പാകപ്പെടുത്തി എടുക്കലാണ്, മൈൻഡ് സെറ്റ് ചെയ്യലാണ് സെൽഫ് ലവ്. സെൽഫ് എനർജി, നമ്മൾ സെൽഫ് ലവ് ഉയർത്താൻ ഉണ്ടാവുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ ലവ് എനർജി വരാൻ, ഈ ലവ് എനർജി ഉണ്ടാവാൻ നമുക്ക് നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിന് ആദ്യം വേണ്ടത് പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊണ്ടുവരിക. അപ്പൊ പറയും നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെ വരുമ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെ. നെഗറ്റീവ് ചിന്തകൾ കയറി വരും. ആ കയറി വരുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മളെ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉള്ളിലേക്ക് കയറി വരും നെഗറ്റീവ് ചിന്ത, നെഗറ്റീവായ ഇമോഷൻസ് കയറി വരും. കയറി വരുന്ന സമയത്ത് നമുക്ക് എന്താണ്ടാവും? ആ ഒരു വെറുപ്പും ദേഷ്യവും, ആ പറഞ്ഞ ആളോടൊക്കെ ഇറിറ്റേഷനൊക്കെ വരും അല്ലെ. ഇപ്പോഴുള്ള ഹാപ്പിനെസ് ഒക്കെ അവിടെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ആദ്യം അതിനെ ഭയന്ന്, ഭയക്കാതെ അതിനെ പെട്ടെന്ന് നമ്മൾ ഒരു ഷോക്കാവാതെ ഇനി എന്താ ചെയ്യുക, ഈ ഒരു ഇത്രയും വലിയൊരു ടെൻഷനുള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കണ്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ മനസ്സിലാക്കിയെടുക്കുക. ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ മെല്ലെ പതുക്കെ അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ശീലിക്കണം. അപ്പോ നമുക്ക് എനി ടൈമിൽ നമുക്ക് പോസിറ്റീവ് ചിന്തയായിട്ട് നല്ല ഹാപ്പിനെസ്സോട് കൂടി നമ്മളെ മനസ്സ് എപ്പോഴും സെൽഫ് ലവ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മറ്റുള്ളവരോട് യാതൊരു വെറുപ്പോ ദേഷ്യവും ഇല്ലാത്തൊരവസ്ഥ, ക്ലീൻ ആയിട്ടൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ മനസ്സിലാക്കുക, ഉള്ളിലുള്ള സോൾ. നമ്മളെപ്പോഴും പറയും ഈ മനസ്സ്, നമുക്ക് ആ ഒരു മനുഷ്യൻ 3 ഘടകങ്ങൾ ചേർന്നാണ്. എന്തൊക്കെയാണ്? മനസ്സ്, ഒന്ന് ശരീരം, മൂന്നാമത് ആത്മാവ് അല്ലെ. മനസ്സ്, ശരീരം, ആത്മാവ്, സോൾ അല്ലെ. ഈ 3 ഘടകങ്ങളും ചേർന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അറിയാതെ ഞാൻ എന്ന വികാരം, ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്. പലപ്പോഴും ഞാൻ എന്ന് പറയുന്ന ആള് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള സോളാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വികാരം. ആ ഒരു വാക്ക് എന്താണ്? നമ്മളെ ഉള്ളിലുള്ള സോളാണ് എന്നുള്ള ആ ഒരു പരമാർത്ഥം നമ്മൾ തിരിച്ചറിയുക എപ്പോഴും. അവിടെ നമ്മളല്ല, ഈ കാണുന്ന ഒരു അപ്പിയറൻസോ കാര്യങ്ങളല്ല, നമ്മുടെ ഉള്ളിലുള്ള സോളാണെന്നുള്ളത്. നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ, നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും, എല്ലാ എക്സ്പീരിയൻസും നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതാണ്.
എത്ര വലിയ അനുഭവങ്ങളായിക്കോട്ടെ, എന്തെല്ലാം അനുഭവങ്ങളായിക്കോട്ടെ, ഇന്നലെ നടന്ന അനുഭവങ്ങളായിക്കോട്ടെ, എല്ലാ അനുഭവങ്ങളും നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അനുഭവങ്ങളാണ്, ജീവിത അനുഭവങ്ങളാണ്. ആ ഒരു അനുഭവങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുത്ത അനുഭവങ്ങളാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, ദൃഢമായൊരു വിശ്വാസ പ്രതിജ്ഞ, ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ചെയ്യണം അല്ലെ. അതിനെ അത്രത്തോളം പവർഫുൾ ആയിട്ട് എന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, ഞാൻ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ശരിക്കും നമ്മളൊക്കെ ജീവിത നിലവാരം ഉയർത്താൻ, ജീവിത നിലവാരം നമുക്ക് നല്ലൊരു, എല്ലാവരോടും ഡിഗ്നിറ്റി ആയിട്ട്, നല്ല ഒരു പെരുമാറ്റ ശുദ്ധിയോടുകൂടി, നല്ല ഉയർന്ന നിലവാരത്തോടുകൂടി സംസാരിക്കാനും, ഉയർന്ന നിലവാരത്തോടു കൂടി ജീവിതം, സമ്പന്നതയോടുകൂടി നമ്മളെ ടോട്ടലി, അതായത് അബണ്ടൻസ് ലൈഫ്, സമൃദ്ധിയോടുകൂടിയുള്ള ജീവിതം അല്ലെ. അബണ്ടൻസ് ലൈഫ് നമ്മൾ ആ ഒരു ജീവിതം ആസ്വദിക്കാൻ ഈ നിരുപാധിക സ്നേഹം, അൺകണ്ടീഷണൽ ലവ് തീർച്ചയായും ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അൺകണ്ടീഷണൽ ലവ് ജീവിതത്തിൽ നമ്മളെപ്പോഴും നമുക്ക് ഉയർന്ന നിലവാരം ജീവിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട എന്താ, നമ്മളും താഴോട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മുകളിലോട്ടാണ് അല്ലെ. ഉയർന്ന നിലവാരമുള്ള ജീവിതം ജീവിക്കാൻ എനിക്ക് അൺകണ്ടീഷണൽ ലവ്, മറ്റുള്ളവരോട് എന്തെങ്കിലും ആഗ്രഹിക്കാതെ, അവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ, ആ ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. കുമാരനാശൻ പാടിയിട്ടുണ്ട്, നിന്നെ സ്നേഹിക്കൂ, നീ മറ്റുള്ളവരെയും സ്നേഹിക്കൂ, നിന്നെ വെറുക്കുന്ന ജനത്തെ, നിന്റെ എത്ര വലിയ ശത്രുക്കളായിക്കോട്ടെ, അവരെ നീ സ്നേഹിക്കാൻ പഠിക്കൂ, അവരെ നീ തിരിച്ച് സ്നേഹിക്കൂ എന്നാ പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് അവരിൽ നിന്ന് നിനക്ക് സ്നേഹം കിട്ടുന്നു. കുമാരനാശാന്റെ ഒരു വരികളാണത്. ഉണ്ണിയെ, നീ നിന്നെ സ്നേഹിക്കൂ, നീ നിന്നെ ശല്യപ്പെടുത്തുന്നവരെ, നിന്റെ ശത്രുക്കളെ അല്ലെ, നിന്റെ ശത്രുക്കളെ, നിന്നെ അത്രത്തോളം വെറുപ്പിക്കുന്ന ജനങ്ങളെ നീ സ്നേഹിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയും നിരുപാധിക സ്നേഹം. ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറ്റം പറയും. അപ്പൊ അവിടെ നമ്മളാണ് സ്വയം കുറ്റക്കാരനാണെന്നുള്ളത് തിരിച്ചറിയാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മളെ ഉള്ളിലുള്ള എനർജി ഫ്രീക്വൻസി, ആ ഒരു സെറ്റ് പോയിന്റ് എപ്പോഴും താന്നിരിക്കും ആ സമയത്ത്. അപ്പൊ സ്വയം എനർജി, ആ ഹൈ എനർജി, ലവ് എനർജി നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ലവ് എനർജി നമ്മൾ തന്നെയാണ് സ്വയം ഇല്ലാതെയാക്കുന്നത്. ആ ഒരു ദിവ്യ സ്നേഹം, ദൈവത്തിൽ നിന്നുള്ള ആ ഒരു ആ ഒരു ദിവ്യ സ്നേഹം നമ്മൾ തന്നെയാണ്, ആ ഒരു പ്രകാശം, ആ ഒരു എനർജി നമ്മൾ തന്നെയാണ് പലപ്പോഴും ഇല്ലാതാക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും മോശമായ വികാരങ്ങളും മറ്റുള്ളവരോട് ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും നമ്മളുടെ ഉള്ളിൽ നിലനിൽക്കില്ല. നാം മനസ്സിലാക്കണം, ഈ ആത്മാവിന് ഇത്രയും ഇത്രയും സന്തോഷങ്ങളും സമാധാനവും ശാന്തിയോടെയും നിൽക്കുന്ന ആ ഒരു, അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് ആണ് അതിന് കിട്ടുന്ന എൻജോയ്മെന്റും ആണ് ഈ നമ്മൾ പറയുന്ന മനസ്സും ശരീരവും എന്ന് പറയുന്നത് അല്ലെ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. എന്നാലും നമ്മൾ പറയുന്നത് ഞാനാണ്, ഈ കാണുന്ന ഈ അപ്പിയറൻസ്, ഈ കാണുന്ന ശരീരമാണ്, ഈ കാണുന്ന, പക്ഷെ അതല്ല. നമ്മൾ ചിന്തിക്കേണ്ട എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ്. ഇത്രയും വലിയൊരു ഹാപ്പിനെസ്സും സന്തോഷവും ആ ഒരു ശക്തിയും ഉണ്ടെന്നറിയാം. നമ്മൾ ഉള്ളിലുള്ള ഇത്രയും ശക്തിയും ആ ഒരു ശാന്തിയും സമാധാനവും അത്രയും പവറും ഉള്ള ഒരു വ്യക്തിയാണ് ഉള്ളിലുള്ളത്. നമ്മളെ ഉള്ളിലുള്ള ആ സോൾ, ആ സോളിന്റെ പവർ നമ്മൾ തിരിച്ചറിയാം. എൻ്റെ ഉള്ളിലുള്ള സോളിന്റെ പവർ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ സ്നേഹിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? സ്നേഹം, ആ ഒരു ലവ് എനർജിയുടെ പവർ നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞു. സ്നേഹം എന്നുള്ള സംഭവം എന്തിനേയും കരിച്ചെടുക്കാൻ പറ്റുന്നതാണ്, എന്തിനേയും അതിനെ മറ്റുള്ള ഇതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഈ സ്നേഹത്തിന് അത്രയും പവറാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ലവ് എനർജിക്ക് നമ്മൾ നിസ്സാരമായി കാണേണ്ടത്, അത്രയും പവർ ഉള്ളതെന്നാണ് പറയുന്നത്. അത്രയും പവറാണ്.
സ്നേഹം എന്നുള്ളത് നമുക്ക് എല്ലാ സംഭവത്തെയും എല്ലാ ഇമോഷനെയും നമുക്ക് എല്ലാ ഇമോഷൻസിനേക്കും ദൂരത്തേക്ക് വലിച്ചെറിയാവുന്ന, ഒരിക്കലും നമ്മളിലേക്ക് അടുക്കാത്ത രീതിയിൽ എനർജി ബാലൻസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇതാണ് ലവ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിരുപാധികം നമ്മളോട് തന്നെ സ്നേഹിക്കണം ആദ്യം, അല്ലെ? നിരുപാധികം നമ്മളെ ഉള്ളിലുള്ള ആളോട് സ്നേഹിച്ചു തുടങ്ങണം. എന്നാലുള്ളൂ മറ്റുള്ളവരോടും ഇതേപോലെ നിരുപാധികം അൺകണ്ടീഷനായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. സ്നേഹം ഒരുപാട് ഉണ്ട്. നമുക്ക് സ്നേഹം കൂട്ടാന് നമുക്കുള്ള ഹോബീസ് ചെയ്യുക, നല്ല നല്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുക. എപ്പോഴും നമ്മളൊക്കെ മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവരുണ്ട്, അല്ലെ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്താണ് എന്നെ കുറിച്ച് വിചാരിക്കുക എന്ന് കരുതി നമ്മൾ പല സന്തോഷങ്ങളും മറച്ചു വെക്കുന്നവരുണ്ട്, അല്ലെ? നമ്മളെ ഫാമിലിയിലായാലും പോലും നമുക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുക. പ്രവാസികളാണെങ്കിൽ ശരി, ഗൾഫിൽ പോയി അവർക്കൊക്കെ വേണ്ടി എല്ലാം ചെയ്യുക. സ്വന്തം തടിയും സ്വന്തം മനസ്സും എല്ലാം മറന്ന് ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം കിട്ടുന്ന റിസൾട്ട് എന്താ ഈ പ്രവാസികൾക്ക് കിട്ടുന്ന റിസൾട്ട്? ഞാനൊരു പ്രവാസിയായിരുന്നു, എല്ലാവരും. അപ്പൊ ഒരുവിധ ആളുകളൊക്കെ നമ്മൾ പ്രവാസികള്. ഇപ്പൊ ഇവർക്ക് കിട്ടുന്നത് ഇവരൊക്കെ സ്വന്തം, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഡിറ്റാച്ച്മെന്റോടുകൂടി, മുമ്പേ ഞാൻ പറഞ്ഞത് ഡിറ്റാച്ച്മെന്റ്സ് ആയിട്ടുള്ള സ്നേഹം ഒരിക്കലും അറ്റാച്ച്മെന്റ് ആവരുത്. ഒരാളുടെ സ്നേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡിറ്റാച്ച്മെന്റ്സോടുകൂടി മറ്റുള്ളവരോട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ തടിയും നമ്മളെ ഈ ശരീരം മനസ്സും ഒക്കെ ഹെൽത്തി ആയിട്ട് വേണ്ട സംഗതിയാണ്. അങ്ങനെ ഹെൽത്തി ആയിട്ടുണ്ടെങ്കിലുള്ളൂ എനിക്ക് എൻ്റെ ഉള്ളിൽ സ്നേഹം നിറയുള്ളൂ. ഹെൽത്തി ആവാത്ത ഈ മൈൻഡ്, ഹെൽത്തി ആവാത്ത ശരീരം ഉണ്ടെങ്കിലും നമുക്ക് ജീവിതം ഒരു സുഖകരമായുള്ള ജീവിതമാവില്ല, അല്ലെ? അപ്പൊ നമ്മളെ മക്കളായാലും ശരി, നമ്മൾ മറ്റുള്ളവർക്കൊക്കെ ആയാലും ശരി, നമ്മളെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം മറന്ന് ഒരാൾക്കും വേണ്ടി നമ്മൾ ജീവിക്കാൻ പാടില്ല. ആ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മളൊക്കെ മുമ്പേ എന്താണ്, നമ്മളെ ജീവിതം മറന്നിട്ട് മറ്റുള്ളവർക്ക് ത്യാഗം സഹിച്ച് ജീവിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ലോകത്ത് ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരേ ഒരു ജീവിതമുള്ള ഒരാൾക്ക്, വളരെ കുറഞ്ഞ ഒരു 60-65 വയസ്സ് വരെ ആ കാലഘട്ടം, നമുക്ക് 100 വയസ്സ് വരെ ജീവിതം ആയുസോടെ ജീവിക്കാൻ നമുക്ക് അതിന് ദൈവം തരട്ടെ, അവർ അനുഗ്രഹം തരട്ടെ. പക്ഷേ നമ്മള് മാക്സിമം നമുക്കൊരു ഏജ് എന്നുള്ളത്, ആ ഏജിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു, അതിലൊരുപാട് ടെൻഷനും അമർഷവും ദേഷ്യവും വെറുപ്പും ഈ പരാതികളും നിറഞ്ഞ ജീവിതമാണ് നമ്മളെ പലരുടെയും, അല്ലെ? ഞാൻ എന്നോട് തന്നെ പറയണേ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുവിധമൊക്കെ നമുക്ക് എല്ലാ സന്തോഷം എല്ലാ സമാധാനം വേണ്ടി നമ്മൾ ഇവിടെ കേൾക്കാൻ നിൽക്കില്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കുറവാണ് നമുക്ക്. അത് കിട്ടാൻ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് അവയർനെസ് കേട്ടിട്ടും എങ്ങനെയെങ്കിലും എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കണം, ജീവിക്കണം എന്ന് നമ്മൾ കുറച്ചു നേരത്ത് പറയും, കുറച്ചു നേരത്ത് സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മറന്നു പോവാണ്, നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നു പോവാണ്. അതാണ് നമ്മളെപ്പോഴും നമ്മളെ സന്തോഷങ്ങളും നമ്മളുടെ ഹോബീസും മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മളെ വിഷയമല്ല. അതാണ് നമ്മളെ ഉള്ളിലുള്ള ആളെ നമുക്ക് സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞ പോലെ രക്ഷിതാക്കൾക്കൊക്കെ മക്കളോടുകൂടി മക്കളുടെ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നടന്നു പോകും, അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, മക്കൾക്ക് അത് ചെയ്യണം, മക്കൾക്ക് പഠനത്തിന് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓവറായിട്ട് സ്ട്രെസ്സാണ് നമുക്ക്. വരാനിരിക്കുന്ന എന്തിനെ കുറിച്ച് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ മക്കളുടെ ഭാവിയെ കുറിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ വരുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാമൺ ക്വയറ്റാണ്. എന്തൊരു സംഭവം, അതാ പറയണേ, അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എന്ന് പറഞ്ഞില്ലേ മുമ്പ്, നമ്മൾ എന്തിനും അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്താലുള്ളൂ, മെയിൻ ഘടകം അക്സെപ്റ്റൻസ് തന്നെയാണ്. അക്സെപ്റ്റ് ചെയ്താലുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും ശരി, ഫോർഗീവ്നെസ് ആയാലും ശരി, എന്തിലൊക്കെ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒക്കെ ഘടകം, ഈ അൺകണ്ടീഷണൽ ലവിന്റെ മെയിൻ പ്രധാന ഘടകങ്ങളാണ് ഫോർഗീവ്നെസ്, സെൽഫ് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ? ഇതൊക്കെ സെൽഫ് ലവ്, ഇതൊക്കെ
ഇത്രയും ഘടകങ്ങൾ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് ആ ലവ് എനർജി നമ്മളെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അത്രയും ജ്വലിച്ചു നിൽക്കുള്ളൂ ആ സ്നേഹം. അല്ലാത്തൊക്കെ കപട സ്നേഹമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാല് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ സ്വയം നമുക്ക് വേണ്ടി ജീവിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരുടെ ജീവിതം സന്തോഷപൂർവ്വം നന്നായിട്ട് നടന്നു പോകും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച്, വരാനിരിക്കുന്ന എന്തോ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മളുടെ മക്കളെ കുറിച്ചിട്ടുള്ള ഒരു ഭാവിയുടെ കാര്യത്തെ, ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുക നമ്മൾ. അങ്ങനെ തിങ്ക് ചെയ്തോണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യം എങ്ങനെയുണ്ട്, പോസിറ്റീവായിട്ട് എടുക്കുക അതിനെ ആ ഒരു അവസ്ഥയെ, അതിൽ മൈനസായ എന്തെങ്കിലും അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ പോസിറ്റീവായി എടുത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു നിമിഷത്തെ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോ ആ ഒരു അവസ്ഥ നമുക്ക് നടക്കാനുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്താണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് എത്തും. ഈ അൺകണ്ടീഷണൽ ലവിന്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനൊക്കെ നന്നായിട്ട് നടക്കും. ഈ മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ പറയാം, നമുക്ക് ഒരിക്കലും നെഗറ്റീവ് ഇതും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യില്ല അല്ലെ. എന്താ, നമ്മളതിൽ പോസിറ്റീവായിട്ട് നല്ല എനർജി സെറ്റ് പോയിന്റ് ഉയർത്തുമ്പോഴാണ് അത്രയും എനർജി ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മളിലേക്ക് ഈ മാനിഫെസ്റ്റേഷൻ ആ ഒരു നടക്കുക. ലോ ഓഫ് അട്രാക്ഷൻ, നമുക്ക് എന്താണോ നമ്മൾ നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ച്, അപ്പൊ അതിനെന്താ വേണ്ടത്, പോസിറ്റീവ് ചിന്ത അല്ലെ. പോസിറ്റീവ് ചിന്ത, അതിലുപരി സെൽഫ് ലോ, മറ്റുള്ളവർ വെറുപ്പില്ലാണ്ടിരിക്കുക, സ്നേഹം മാത്രം ഉണ്ടാവുക. അപ്പൊ ഈ മാനിഫെസ്റ്റേഷനൊക്കെ സുഖസുന്ദരമായിട്ട് നമ്മളിലേക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, വെൽത്താലും ശരി ഹെൽത്താലും ശരി ഒക്കെ നമ്മളിലേക്ക് വരും അല്ലെ. നമ്മളെ മെന്റൽ ഹെൽത്താലും ശരി, ശാരീരിക ഫിസിക്കൽ ഹെൽത്താലും ശരി ഒക്കെ നന്നായിട്ട് അത് നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയും, കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ മറന്ന് സ്വയം ജീവിക്കാതിരിക്കുക. നമുക്കും ജീവിതം കുറച്ചേ ഉള്ളൂ. ആ ഉള്ളത് എന്ത് ചെയ്യണം, ഈ ലോകത്തുനിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം അല്ലെ. ആദ്യം നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ, എന്തെങ്കിലും ഒരു സ്നേഹത്തോടെ എന്തെങ്കിലും നമുക്കൊരു ഉപകാരമായാലും ചാരിറ്റി ആയാലും ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ, നമ്മളുള്ളിലുള്ള സ്നേഹം, നമ്മളുള്ളിലുള്ള ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് അല്ലെ. ആ ഒരു ശുദ്ധമായ സ്നേഹം പുറത്തോട്ട് പ്രവഹിക്കുമ്പോഴാണ്, നമ്മളെ കുടുംബ ബന്ധങ്ങളിലേക്കും ചുറ്റുപാടുകളിലേക്കും അതിങ്ങനെ ഒഴുകുമ്പോഴാണ് അവിടെ എന്താ സംഭവിക്കുക, നമ്മളിലേക്ക് പലരും അട്രാക്ട് ചെയ്യപ്പെടുന്നത്, പല വസ്തുക്കളും അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നല്ലൊരു ഉന്നതിയുള്ള എല്ലാവരും മുമ്പിൽ നല്ലൊരു ഗുഡ് ബുക്കിൽ നമ്മൾ കയറാൻ പറ്റും. എല്ലാവരുടെ ഗുഡ് ബുക്കിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മളെ കുടുംബത്തെ മാത്രമല്ല, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചും നമ്മളെ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമുക്ക് എപ്പോഴാ തോന്നുക, അപ്പോഴും അവിടെ മെയിൻ ഘടകം നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അല്ലെ. ഉള്ളിലേക്ക് നമ്മളെ സോളിനെ നന്നായി പ്രണയിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഈ ദുനിയാവിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലോകത്ത് നമുക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്ത് നമ്മളെ മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി നമ്മളെ പറ്റി നല്ല വർത്തമാനങ്ങൾ പറയാനും അല്ലെ, നമ്മൾക്ക് ആ മരിച്ചതിന് ശേഷം നമുക്ക് ആ വെളിച്ചം നമുക്ക് അവിടേക്ക് കിട്ടാനും ഒക്കെ എന്താണ് അതിന് ഉപകരിക്കുക, നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്തു പോവുക. ഒരാളോട് നമ്മളെ ആ സർക്കിളുള്ള ആളുകളോട് നല്ല ഡീസന്റ് ആയിട്ട് സംസാരിക്കുക, ഡീസന്റ് ആയിട്ട് നന്നായിട്ട് സ്നേഹിക്കുക, ആത്മാർത്ഥതയോട് സ്നേഹിക്കുക. എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു ഇന്ന് നമ്മൾ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴാണ് അല്ലെ, അതിലാണ് നമ്മൾ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി. നമ്മൾ എത്ര വലിയൊരു മനുഷ്യനായിരുന്നു, അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക അല്ലെ. നമ്മളെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി, നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾക്കും മറ്റവർക്കും വേണ്ടി മാത്രം ജീവിച്ചിട്ട് അത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഓർത്ത് കരയാനും കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവരൊക്കെ മറന്നുപോകും. മറ്റുള്ളവർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മളിലേക്ക് നോക്കുക. നമ്മൾ എന്ത് ചെയ്തു മറ്റുള്ള സമൂഹത്തിൽ, നമ്മളെ ഈ സൊസൈറ്റിയിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ, നല്ല വാക്ക് നമ്മളെ കൊണ്ട് പറയാൻ പറ്റിയോ, നല്ല വാക്ക് പറഞ്ഞിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയോ അല്ലെ. എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് നമുക്ക് ഫിസിക്കലായാലും ശരി ഫിനാൻഷ്യലായാലും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയോ, ഏറ്റവും വലിയൊരു കയ്യൊപ്പ് അതാണ്.
നമ്മളെ കാലശേഷം, നമ്മളെ ജീവിതശേഷം ഈ ഒരു ശരീരം ഒരു നിമിഷം കൊണ്ട് ഒക്കെ ഇല്ലാതാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു നിമിഷം കൊണ്ട് ഒക്കെ ഇല്ലാതാവുന്നതാണ്. അപ്പൊ നമ്മൾ കുറെ പണം അങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ട്രെസ് ഒക്കെ എടുത്തിട്ട് ആ പണത്തിന്റെ പിന്നാലെ ഓടിയിട്ടും ഒരു കാര്യമുണ്ടോ? പണത്തിന്റെ പിന്നാലെ നമ്മൾ ഓടുന്തോറും പണം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന പറഞ്ഞു. പണത്തിന്റെ ഓടുന്ന രീതിയുണ്ട്. പണത്തിനെ റെസ്പെക്ട് ചെയ്തിട്ട്, പണത്തെ നമ്മൾ ദേഷ്യപ്പെടാതെ, പണത്തോട് നല്ല ഒരു ഇത് ആ ഒരു നിരാശയും സങ്കടവും ആവശ്യമില്ലാത്ത വികാരങ്ങളൊന്നും ഇല്ലാതെ പണത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, പണത്തെ ആ ഒരു റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, ആ പണം നമ്മളെ തേടിയെത്തും. ഈ യൂണിവേഴ്സിലെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതുണ്ട്. എല്ലാം ഈ യൂണിവേഴ്സൽ നമുക്ക് അനുഭവിക്കാൻ എല്ലാം നമ്മളിലേക്ക് തേടി നമ്മളെ തേടി വരുന്ന എപ്പോഴാ? നമ്മളുടെ ഉള്ളിലുള്ള ലവ് എനർജി നിറഞ്ഞൊഴുകുമ്പോഴാണ്. എല്ലാ അതിന്റെ മെയിൻ ഘടകം ലവ് എനർജി തന്നെയാണ്. ലവ് എനർജി തന്നെയാണ്, പ്യൂർ ആയിട്ടുള്ള ലവ്. എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. പ്യൂർ ആയിട്ടുള്ള സ്നേഹം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു എനർജി നമുക്കും അത് വരും. ആ ഫീല് എത്ര വല്ല മുരടനായിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മുമ്പിലുള്ള ഒരു ശത്രു, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ആള് എന്നെ പുച്ഛിക്കുന്ന ഒരാളാണ്, കളിയാക്കുന്ന ഒരാളാണ്, പരിഹസിക്കുന്ന ഒരാളാണ് എന്നെങ്കിലും അങ്ങനത്തെ ഒരാളായിക്കോട്ടെ, പക്ഷെ അവരൊക്കെ ഈ ലോകത്ത് നമുക്ക് സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ പവർ എന്താണ്, അല്ലെ? ലവ് എനർജിയുടെ പവർ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ആ സ്നേഹം കൊണ്ട് ആരെയും നമുക്ക് കീഴടക്കാൻ പറ്റും. നേരെ മറിച്ച് വിദ്വേഷത്തെ നേരിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? പിന്നെയും ആ ഫ്രീക്വൻസി നഷ്ടപ്പെടുകയാണ്, അല്ലെ? ലവ് എനർജിയുടെ ആ സെറ്റ് പോയിന്റിൽ നിന്ന് എനർജി താഴോട്ട് വരികയാണ്, വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്വേഷം കൊണ്ടല്ല നമ്മൾ നേരിടേണ്ടത്. വിദ്വേഷത്തെ നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം, നേരിടണം. അവിടെ അപ്പൊ എന്താ സംഭവിക്കുക? ലവ് എനർജിയുടെ ഫ്രീക്വൻസി ഹൈ ലെവലിലായി മാറും. നമ്മളൊക്കെ അതാ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ആ രീതിയിൽ ചിന്തിക്കുക. എൻ്റെ ഈ എനർജി ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്നും ഒരേ ലെവലിൽ ഇങ്ങനെ സെറ്റ് ആയിട്ട്, ആ ബാലൻസ് ആയിട്ട് നടന്നു പോകണം, ഇങ്ങനെ നിൽക്കണം, നിലനിൽക്കണം എന്നൊരു വ്യക്തമായ ഒരു ചിന്താഗതി, എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം, അല്ലെ? സെൽഫ് ലവ് വർദ്ധിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്? സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ജീവിക്കാം? നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റ് അത് ചെയ്യാം. ആ ഹോബി, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതിനൊരു തടസ്സമോ മറ്റുള്ളൊന്നും നമ്മൾ നോക്കണ്ട. മറ്റുള്ളവർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിചാരിക്കും, ഒന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ ആ ഒരു, നമുക്ക് സ്നേഹം, നമുക്ക് സ്വയം ഹാപ്പിനെസ് കിട്ടുന്ന എന്താണ്? നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉപദ്രവാത്ത രീതിയിൽ എന്താണ്, അത് നമ്മൾ സ്വയം ചെയ്തുകൊണ്ടിരിക്കുക. അതിനു വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ബുക്സ് വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സെൽഫ് ലവ് ആയിട്ട് നിൽക്കാൻ പറ്റും, അല്ലെ? നെഗറ്റീവ് എനർജികളെ കൂട്ടത്തിൽ നിന്നും നമുക്ക് മാക്സിമം, അത് അത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരിന്ന് സ്കിപ്പ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഇഗ്നോർ ചെയ്യുക. നമുക്ക് അത്രയും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിൽ മാറുക. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ നമ്മൾ പിന്നെ ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുക. കുറെ ഫോർഗീവ് ചെയ്യുമ്പോൾ ഏതൊരു അത്രയും വലിയ ശത്രുക്കളാണെങ്കിലും ശരി, അവര് പഞ്ഞി പോലെ ആവുന്നതാണ്. കാരണം ഒന്നുമില്ലാതെ ഈ ഫോർഗീവ്നെസിന്റെ ഏറ്റവും വലിയൊരു സംഭവമാണ്, അല്ലെ? ഫോർഗീവ്നെസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് സ്നേഹം വരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർഗീവ്നെസ് ചെയ്യാം. നമ്മൾ ഇന്നലെ ഫോർഗീവ്നെസിനെ പറ്റി നന്നായി പറഞ്ഞു. ഈ ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ആയാലുള്ളൂ ഈ പറഞ്ഞ ലവ് എനർജി നിറയുള്ളൂ നമ്മളെ മനസ്സിൽ, അല്ലെ? ഈ എനർജി ഒഴുകി കുടുംബ ബന്ധങ്ങളിലേക്ക്, ചുറ്റുപാടിലൊക്കെ ഒഴുകി നടക്കണമെന്നുണ്ടെങ്കിൽ എന്താവണം? വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്നാലുള്ളൂ നമുക്ക് എനർജി എന്നും ഒരേ ലെവലിൽ ബാലൻസ് ആയിട്ടിരിക്കാൻ പറ്റും. ലവ് എനർജീനെ പറ്റി പറയാൻ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ സ്നേഹം എന്ന ആയുധം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആയുധം. ഏതൊരു കാര്യത്തെ നമുക്ക് നേരിടാനും ഫൈറ്റ് ചെയ്യാനും, അല്ലെ? ഫൈറ്റ് ചെയ്യാന്ന് മീൻസ് അവരെ തല്ലുണ്ടാക്കുക എന്നല്ല ആ രീതിയിലല്ല. ഏതൊരു വിദ്വേഷം നമ്മൾ മുന്നിലേക്ക് വരികയാണെങ്കിലും അതിനെ സ്നേഹം കൊണ്ട് നേരിട്ടാൽ അതവിടെ ഒന്നുമല്ലാതായി മാറും. അതായത് അവര് നമ്മളിലേക്ക് ആ ഒരു സ്നേഹം അട്രാക്ട് ചെയ്യപ്പെടും. എത്ര വലിയ
വിദ്വേഷമുള്ള ഒരാളാണെങ്കിൽ ശരി, നമ്മളെ മനസ്സ് പോലെ ഇരിക്കും. അപ്പോ ഈ സെൽഫ് ലവ് കൂടുമ്പോൾ അനുസരിച്ച് നമുക്ക് ഭയം ഉണ്ടാവില്ല എന്നാണ്. നമുക്ക് പലതിനും പാമ്പിനെ പേടി, അതുപോലെ മുകളിൽ പോയി താഴേക്ക് നോക്കി അതിനെ പേടി, എന്തെങ്കിലും കാണുമ്പോൾ പേടി, അങ്ങനെ പേടികൾ പലർക്കും പലതരത്തിലാണ്, അല്ലെ? പലതരത്തിലാണ്. ഈ പേടി എന്തുകൊണ്ടാണ് നമ്മളെ ഉള്ളിലേക്ക് വരുന്നത്? ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ നിങ്ങൾ ആരും വിശ്വസിക്കുമോ? അതാണ് യഥാർത്ഥ, അതിന്റെ പരമാർത്ഥം അതാണ്. ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ട്, യഥാർത്ഥ സ്നേഹം ഉള്ളിൽ, നമ്മളെ ഉള്ളിലുള്ള ആളെ ശരിക്ക് സ്നേഹിച്ചു കഴിഞ്ഞാൽ, സോളിനെ ശരിക്കും നമ്മൾ പ്രീതിപ്പെടുത്തി സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളിൽ ഭയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഭയം ഇല്ലാതെക്കുക. ഭയം എന്ന സംഗതിയാണ് എല്ലാത്തിനും ഒരു കാരണം. എല്ലാ ഇമോഷൻസിനെയും കൂട്ടി കൊണ്ടുവരുന്നത് ഈ ഭയമാണ് നമ്മളിലേക്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭയത്തെ ഇല്ലാതെക്കുക. ഭയത്തെ നമ്മൾ ഹീൽ ചെയ്യുക, സ്വയം ഹീൽ ചെയ്യുക. എനിക്ക് ഈ ഭയം ആവശ്യമില്ല. എൻ്റെ ഉള്ളിൽ ഇനി ഭയം ഉണ്ടെങ്കിൽ എൻ്റെ മൈൻഡിനും എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും അത് വ്രണപ്പെടുത്തുന്ന സംഗതിയാണ്. എനിക്ക് മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ കഴിയില്ല, ഒരു ഇഞ്ച് നടക്കാൻ കഴിയില്ല, ഈ ഭയം, അല്ലെ? നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ശരിക്കും സെൽഫ് ലവോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഭയം ഉണ്ടാവില്ല. ഒരാളെയും നമുക്കൊരു ഭയം ഉണ്ടാവില്ല. ഒരു രൂപത്തെ നമുക്ക് ഭയം ഉണ്ടാവില്ല. രാത്രി നടക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവില്ല. ഒന്നിനും ഭയം ഉണ്ടാവില്ല. നമുക്ക് ശരിക്കും ഉള്ളിലൊരു ശക്തി രൂപപ്പെടും. അതാ പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിയുക. ആ സോൾ പവർ നമ്മൾ തിരിച്ചറിയുക. സോൾ പവർ നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു പരമാർത്ഥം നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഉള്ളിലുള്ള ഒരാളുണ്ട്, അത് അടിപൊളിയാണ്, അതാണ് ആള്, അല്ല ഞാനല്ല, ഞാൻ എന്ന ഈഗോ അല്ല. എൻ്റെ ഉള്ളിലുള്ള ഒരു പവർ, സോൾ, അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളിലേക്ക് ഓടി വരും. എല്ലാം ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മളിലേക്ക് വരും. മൈൻഡ് നമ്മളെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്കൊരു അസുഖം ഉണ്ടാവില്ല. രോഗമില്ലാത്ത സന്തോഷമുള്ളൊരു ജീവിതം അടിപൊളിയായിട്ട് നമ്മൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലവ് എനർജി നന്നായിട്ട് ഉണ്ടാക്കുക. ലവ് എനർജി ശരിക്കും നമ്മൾ നിറഞ്ഞൊഴുകുമ്പോൾ ആ ഒരു സുഖം, ആ ഒരു ഫീലിങ്സിൽ നമ്മൾ എന്താവും, നമ്മളിലേക്ക് ഒരു നെഗറ്റീവുകളൊന്നും നമ്മളിലേക്ക് അടുക്കില്ല. ഒരു അണുക്കളും ഉണ്ടാവില്ല. ഒരു ഉള്ളിലുള്ള ഒരു പകർച്ചവ്യാധി രോഗങ്ങൾ, ഒരു അസുഖങ്ങളും നമ്മളെ തേടി വരില്ല എന്നുള്ളതാണ്. അതാണ് എല്ലാം നമ്മളെ മൈൻഡാണ്, എല്ലാം നമ്മളെ മൈൻഡാണ്. മൈൻഡും ബോഡിയും ഒന്നാണ് എന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? എന്നിരുന്നാലും നമ്മൾ പിന്നെയും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അതും പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കി നല്ലൊരു ജീവിതം, ലവ് എനർജി, അൺകണ്ടീഷണൽ ലവ്, നിരുപാധിക സ്നേഹം, മറ്റുള്ളവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ, മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാതെ നല്ല ജീവിതം. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രതിജ്ഞ എടുക്കുക. ലവ് എനർജി നിറഞ്ഞൊഴുകട്ടെ. ഈ കണ്ട നമ്മളെ ചുറ്റുപാടിലും, നമ്മളെ സ്നേഹം, നമ്മളെ കുടുംബ ബന്ധങ്ങളിലും നമ്മളുടെ ഉള്ളിലുള്ള ഈ ലവ് എനർജി നിറഞ്ഞൊഴുകട്ടെ. ആർക്കും നമ്മളൊരു അസൂയ ഉണ്ടാവില്ല, നമുക്ക് ആരോടും ഒരു അസൂയ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. തിരിച്ചവർക്ക് ഉണ്ടാവില്ല, നമുക്ക് അവർക്ക് ഉണ്ടാവില്ല. ഈ ലവ് എനർജി നിറയുമ്പോഴുള്ള അതാണ് അതിന്റെ മാജിക്. ലവ് എനർജിയുടെ മാജിക്കിന്റെ ഒരു പവർ, അല്ല, ആ ഒരു ലവ് എനർജിയുടെ പവർ എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവമല്ല അത്. ആ പവർ തിരിച്ചറിഞ്ഞ് അത് ഉണ്ടാക്കി വെക്കുക അത് നമ്മൾ സ്വയം ശ്രമിക്കണം. ശ്രമിച്ചാലേ ഉള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ലവ് എനർജി നിറയുള്ളൂ, എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, അല്ലെ? അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക. ലവ് എനർജി നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കണം എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവണം. നമ്മൾ നന്നായാലേ നമ്മളെ ചുറ്റുപാടും നന്നാവുള്ളൂ, അല്ലെ? ഈ ലോകം എത്ര സുന്ദരമാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, അല്ലെ? ഈ ഒരു അഫർമേഷൻ തന്നെ നമുക്ക് ധാരാളമാണ്. അതെപ്പോഴും പറഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് എല്ലാവരും നമ്മളെ സ്നേഹിക്കും. തിരിച്ചു നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ യാതൊരു മടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ പിന്നെ നമ്മളെ ഈ ഒരു കോഴ്സ് വരുന്നുണ്ട് മറ്റന്നാൾ, എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം നമ്മളെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. 12-ന് ആരംഭിക്കുന്ന ഒരു 3 ദിവസത്തെ കോഴ്സാണ്. അടിപൊളി ഒരു കോഴ്സാണ്. ലെവൽ 1 എനർജി ബൂസ്റ്റർ എന്ന കോഴ്സ്. അതായത് 3 ദിവസത്തെ അവയർനെസ് ക്ലാസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം ഇനിയും അതിൽ ഫീ അടക്കാത്തവരൊക്കെ വീണ്ടും ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ നന്നാവാനാണ്. നല്ലൊരു ഇതാണ് നിങ്ങൾക്ക്, അപ്പൊ നല്ലൊരു അവസരമാണ്. ചെറിയൊരു ഫീ വെച്ചിട്ട്
ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ ഒരുപാട് അവയർനെസ് പോയി കൊടുക്കുന്നവർക്കൊക്കെ ഈ അവയർനെസ് കിട്ടാനും അതുപോലെ ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഒരു ബ്രീഫായിട്ട് അത്യാവശ്യം ഈ 3 ദിവസത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്, നമുക്ക് എനർജി ബാലൻസ് ആയിട്ട് അത്യാവശ്യം നമുക്ക് ഒരു എന്താ പറയാ ഒരു ആ അവയർനെസ്സോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റും. അതിനുള്ള ഒരു അടിപൊളി കോഴ്സായിട്ട് നമ്മൾ വരുന്നത് 12-ന് മറ്റന്നാ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി അഡ്മിഷൻ ചെയ്യാത്തവര് എടുക്കാത്തവര് വീണ്ടും ചെയ്യുക. ഓക്കെ, വളരെ കുറഞ്ഞ സീറ്റ് നമുക്ക് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക, ആ ഒരു നമ്പറിൽ ബന്ധപ്പെടുക, കോണ്ടാക്ട് ചെയ്യുക. അതില് പിന്നെ ഫീ കാര്യങ്ങളൊക്കെ വേണ്ട അതിൽ ചെയ്തിട്ടുണ്ട്. 900 ആണ് 3 ദിവസത്തെ കോഴ്സിന്. പിന്നെ 7 ദിവസത്തെ ഫോളോ അപ്പ് ഉണ്ട്, 7 ദിവസത്തെ മെഡിറ്റേഷൻ വരുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ട് സ്പെഷ്യൽ മെഡിറ്റേഷൻ ആണ് അതിൽ വരുന്നത്. ശരിക്കും നമ്മളെ ജീവിതം അത്യാവശ്യം നമ്മൾ നല്ല മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഒരു ലെവൽ 1 എനർജി ബൂസ്റ്റർ കോഴ്സാണ്. അപ്പോ അവയർനെസ് ആവശ്യമുള്ളവരും അവയർനെസ് ബാലൻസ് ചെയ്യാൻ ആവശ്യമുള്ളവർക്കൊക്കെയുള്ള ഒരു പുതുമ നിറഞ്ഞ ഒരുപാട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ 3 ദിവസം നിങ്ങൾക്ക് തരുന്നത്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. എന്നെ ഈ ലവ് എനർജി എന്ന ടോപ്പിക്ക് കേൾക്കാൻ ക്ഷമയോടെ കാത്തിരുന്ന ഇത്രയും ഇരുന്ന നിങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഓടാനുകൂടി നന്ദി. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ നമ്മൾ അതിന് പറയും, ഇതിന് ദൂരീകരിച്ചൊരു ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറയാനുണ്ടെങ്കിൽ ഞാൻ അത് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്ത് തരും കേട്ടോ. പറയാനില്ലേ? ഫീഡ്ബാക്ക് ആർക്കെങ്കിലും പറയാനില്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കോ മിറാൻ സാർ? അൺമ്യൂട്ട് ചെയ്യോ കേട്ടോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയിട്ട് നിൽക്കാൻ അറിയത്തില്ല. മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല, ഒന്ന് മ്യൂട്ട് ചെയ്യോ കേട്ടോ. ഷാനവാസ്കർ, അടിപൊളി ക്ലാസ് ആയിരുന്നു, നല്ല അവയർനെസ് കിട്ടി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പറഞ്ഞോളൂ, തന്നെ ഉണ്ടക്കലൊന്നും എടുത്തിട്ട് പോടാ. ഹലോ, ഹലോ, നമ്മളെ ക്ലാസ്സിനെ കുറിച്ച് ഫീഡ്ബാക്കോ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഹലോ, നമുക്ക് വൈൻഡപ്പ് അല്ലേ നിറാൻ സാർ? ഹലോ. ആ പറഞ്ഞോളൂ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ സംസാരിക്കുള്ളവർക്ക്. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു, താങ്ക് യു. അൽഹംദുലില്ലാ. ഞാൻ 12 വർഷമായിട്ട് ഇതിലൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങോട്ടേക്ക് രാവിലെ കേൾക്കുന്ന വൈകുന്നേരം വേറെ ആള് മാറി മാറ്റുന്നുള്ളു. ഏതെങ്കിലും ഒരാൾ സംസാരിക്കട്ടോ. എപ്പോഴാണ് ആ പറഞ്ഞോളൂ, ഒരാൾ സംസാരിക്കും, മറ്റുള്ള
ഹലോ ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സാറേ, ഈ സെൽഫ് ലവ് കൊടുക്കുന്നത് നമ്മൾ ടാപ്പ് ചെയ്ത് തന്നെയല്ലേ കൊടുക്കേണ്ടത്? ടാപ്പ് അതെ ചെയ്ത് അതെ, തന്നെയല്ലേ? FT കഴിഞ്ഞവർക്ക് അങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ചെയ്യാം. ടാപ്പ് ചെയ്യല് ആ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യല് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഒരു അവയർനെസ്സോട് കൂടിയേ ഇരിക്കണം. നമ്മൾ മൈൻഡ് ആ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ ടാപ്പിംഗ് എനർജി ഫ്രീക്വൻസി ഉണ്ടാകും. നമ്മളിപ്പോ മൈൻഡിൽ വെറും നെഗറ്റീവ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എന്ന് വിചാരിച്ചാൽ നമുക്ക് സന്തോഷം വരുന്നുണ്ടാവില്ല. അതല്ല, നമ്മളൊരു മൈൻഡ് സെറ്റ്, നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മളെ മൈൻഡ് നമ്മളത് സമർപ്പിക്കണം. ഓക്കെ. അതിൽ നമ്മൾ ആ മൈൻഡ് അതിൽ സമർപ്പിച്ച് ചെയ്യണം. വിട്ടുകൊടുക്കുന്നവർക്ക് വിട്ടുകൊടുത്ത് ആ രീതിയിൽ ഫോർഗീവ് ചെയ്ത് ഒരു ഇതില്ലാതെ, ഒരു ഇറിറ്റേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റണം. എന്നാൽ നമുക്ക് ശരിക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സെൽഫ് ലവ് ശരിക്ക് കിട്ടും. നമുക്ക് ഉള്ളിൽ ശരിക്കും ലവ് എനർജി അനുഭവിക്കാൻ പറ്റും. ഓക്കെ. ഈ ടാപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇത് ഹീലായി പോണതായിട്ടും നമ്മൾ അങ്ങനെ കരുതണം അല്ലേ? വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ. ടോക്സിക് ഇറങ്ങി പോകും. അത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ റിമൂവ് ആയി പോകുന്നതിന് അങ്ങനെ കരുതിക്കൊണ്ട് ചെയ്യണം അല്ലേ? പിന്നെ താങ്ക് യു സാർ. സർ, യെസ്. പേടിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. മനസ്സ് നിറയെ ഇങ്ങനെ പലതരം പേടികൾ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതും സെൽഫ് ലോവും കൂടെ കണക്ട് ചെയ്തത് പറഞ്ഞത് ഭയങ്കര ഉപകാരമായിട്ടാ. താങ്ക് യു. എപ്പോഴും നമ്മൾ അഫർമേഷൻ പറയാം, ഞാൻ ധൈര്യവതിയാണ്, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ ധൈര്യവതിയാണ്, സന്തോഷവതിയാണ്. പേടി എന്നൊരു വാക്കോട് ഉപയോഗിക്കാണ്ടിരിക്കുക. ധൈര്യവതിയാണ്, സന്തോഷവതിയാണ് കേട്ടോ. അതെപ്പോഴും ഉപയോഗിക്കുക. പേടിയെ ഹീൽ ചെയ്യുക. EFT കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹീലിംഗ് തെറാപ്പി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, പേടിയെ ഡെയിലി നമുക്ക് ദിനം പ്രതി നമുക്കത് ഹീൽ ചെയ്ത് കളയാം, റിമൂവ് ചെയ്ത് കളയാം. ഈ ഭയത്തെ നമ്മൾ ശരിക്കും ഹീൽ ചെയ്ത് കളഞ്ഞാലുള്ളൂ. ഭയമാണ് എല്ലാത്തിനും കാരണം. മറ്റു ഇമോഷൻസ് ഒക്കെ കയറി വരാനുള്ള വഴി ഒരുക്കുന്നത് ഈ പേടിയാണ്. ഈ പേടി ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം ബ്ലോക്കാണ് എല്ലാ കാര്യങ്ങൾക്കും. പേടിയെ നമുക്ക് ആദ്യം നമ്മളുടെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കും. അതിനുള്ള കാര്യം നമ്മൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ സംസാരിച്ചോളെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? തസ്ലീന മാഡം, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോ എന്നാ താങ്ക് യു ആൾ. നല്ല ആശംസിക്കുന്നു. എല്ലാവരും നല്ല സ്നേഹം നിറഞ്ഞ് മറ്റുള്ളവരോടും ഒരു ദേഷ്യമോ വെറുപ്പോ ഇല്ലാതെ സന്തോഷം സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് പോട്ടെ ഞാൻ എന്ന് വളരെ ആത്മാർത്ഥത്തോടു കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൾ. താങ്ക് യു സോ മച്ച്. ബൈ. വൈൻഡപ്പ് ചെയ്തോ? ഹലോ, താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. താങ്ക് യു.